നമ്മൾ ബാച്ച് വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് ബാച്ച് കൂട്ടാമെന്നുള്ളതാണ്. മന്ത്രി ഉറപ്പ് വന്നിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മന്ത്രി ഉറപ്പ് വന്നിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കുന്നതാണ് ബാച്ച്. ഇത്തരം വിഷയങ്ങൾക്ക് ഒരുപാട് രക്ഷകർത്താക്കളെ ബാധിക്കുന്ന കുട്ടികളെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ്. മലബാറിൽ പ്രത്യേകിച്ച് അറിയാലോ, ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇത് വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്, നിസ്സാരവൽക്കരിക്കാവുന്ന വിഷയമല്ല. അപ്പൊ അതിലൊരു തിരുത്തൽ SFI മുൻകൈ എടുക്കുമെന്നുള്ളതാണ്. എത്ര സമരം ചെയ്യുന്നതിനപ്പുറം നമുക്ക് കൃത്യമായ കണക്കും കാര്യങ്ങളും വെച്ചിട്ട് അവതരിപ്പിക്കാൻ ഏറ്റവും നന്നായിട്ട് കഴിയുന്ന ഒരു സംഘടനയാണ് SFI. പക്ഷെ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം നിലവിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ കണക്കെടുത്തപ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസ് ഉൾപ്പെടെ കുട്ടിയാലാണ് ഞാൻ നേരത്തെ സൂചിച്ച് 19,000 കുട്ടികൾ ഇപ്പോൾ പുറത്തുണ്ട്. അത് ബാക്കി സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി വരുമ്പോഴും വീണ്ടും കുറവ് വരും. ആ കുറവ് വരുന്ന ആളുകളെ കൂടി ഇപ്പോൾ പ്രവേശിപ്പിക്കാവുന്ന സീറ്റ് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു 2014 മുതലുള്ള കണക്കുകൾ എടുത്ത് താരതമ്യപ്പെടുത്തി അതിന് വർധനവ് വന്നതിന്റെ കണക്കുകൾ, സീറ്റുകൾ കൂട്ടിയത്, ബാച്ചുകൾ പുതുതായിട്ട് അനുവദിച്ച് അത്തരം കണക്കുകളെല്ലാം എടുത്ത് തന്നെയാണ് ഗവൺമെന്റിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ നമ്മൾ ഉണ്ടാവും. അവരുടെ ഉണ്ടാവും. നമ്മൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലാതെ SFI ആരുടെ കൂടെ നിൽക്കാം. അതെ, ക്ലാസ് 24-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത്. ഇത്തവണ ജൂൺ മാസം ഇപ്പോൾ 21-ാം തീയതി ആയിട്ടുള്ളൂ.